ഒരു സോഡ ചേച്ചി. ഓ എൻ്റെ ചേച്ചി, തണുത്ത സോഡ ഇല്ലേ? ഷോ, എന്ത് കഷ്ട. കറണ്ട് ബില്ല് കൂടുതലായതുകൊണ്ട് ഫ്രിഡ്ജൊന്നും ഉപയോഗിക്കുന്നില്ല. നന്നാവും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. പണിക്കൊന്നും പോയില്ലേ? ഇവിടെ ഉണ്ടായിരുന്നു, ഇന്ന് പോയില്ലോ. ഇന്ന് ഇന്നത്തെ കാര്യം കുശാലായി. അത് പറഞ്ഞപ്പോഴാണ് ചേച്ചിയുടെ അന്തകൻ്റെ അടുത്തായിരുന്നു ഇന്ന് നമ്മുടെ ഇടപാട്. അന്തകനോ? ആ, അതാരേ സഖാവ് ഉദ്ദേശിക്കുന്നത്? അതൊക്കെ ഉണ്ട്, പറഞ്ഞുതരാം. വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം. ആ ജംഗ്ഷനിലുള്ള 3 കടമുറികളില്ലേ, അപ്പുറത്ത് മുകളിലും താഴത്തൊക്കെ ആയിട്ടുള്ള, അത് മൊത്തം മേടിച്ചേക്കണത് ഇവനാ. ഇപ്പം കാര്യം മനസ്സിലായ? ഓ, അപ്പൊ ഇവനാണല്ലോ ഈ കടകളൊക്കെ വാങ്ങിച്ചു കൂട്ടിയേക്കണ. ഇവൻ എന്തിനാണോ ഈ കടകളൊക്കെ വാങ്ങിച്ചു കൂട്ടിയേക്കണത്? അവിടെ അവനെ വലിയൊരു ബേക്കറിയും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കൂൾ ഡ്രിങ്ക് ഷോപ്പും തുടങ്ങാനാണ് പരിപാടി. ഈ പോക്കാണ് പോണേന്നുണ്ടെങ്കിൽ ഒരു 2 ആഴ്ചയും കൂടി ഉണ്ടാവും ഇവിടുത്തെ പരിപാടി. കട്ടയും മുളക് മുടക്കാൻ തയ്യാറായിക്കോ. വേണമെങ്കിൽ വല്ല തണുത്തൊക്കെ എടുത്ത് വെച്ചോ, മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ തുമ്മിയ തെറിക്കണ മൂക്കാണെങ്കിൽ അങ്ങ് പോട്ടെ. പിന്നെ ഇന്നലെ പെയ്ത മഴയ്ക്ക് മുളച്ച തകര കണ്ട് പേടിക്കുന്നവളല്ല ഈ ദമയന്തി. അവനെ പെടുന്ന ഇതിന് മാത്രം കാശ്. ഇന്നാളെന്ന് പറഞ്ഞുകൊണ്ട് ഇതിലെ തേരാപാര നടന്നിരുന്ന പയ്യനാണ്. ഒരു ചൊല്ലില്ലേ പണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ ഇംഗ്ലീഷിൽ, എന്താണ് ഇത് ബിഹൈൻഡ് ദ ഓൾ സക്സസ്ഫുൾ മാൻ ഓൾ വുമൺ ആർ ദർ. അതാണ്. അങ്ങനെയല്ല സഖാവേ, ബിഹൈൻഡ് എവരി സക്സസ്ഫുൾ മാൻ ദർ ഈസ് എ വുമൺ എന്നാണ് ചൊല്ല്. പിന്നെ താനൊരു സഖാവ് ആയതുകൊണ്ട് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്നെ ചൊറിഞ്ഞോണ്ട് വന്നോ, അവസാനം മണ്ണും ചാരിയൊന്നും പെണ്ണും കൊണ്ടുപോയി എന്നുള്ള അവസ്ഥയാവും. ഞാൻ പറഞ്ഞില്ല എന്നുണ്ടോ, അല്ല തണുത്തൊക്കെ മേടിച്ച് വെക്കണി വച്ചോ. പോട്ടെ സഖാവേ, അതൊരു തമാശയായിട്ട് എടുത്താൽ മതി. പക്ഷെ സത്യത്തിലേ അവൻ ഇത് എന്നെ മാത്രം കാശ് എവിടെ നിന്നാലും വല്ല കള്ളക്കടത്തുണ്ടോ? ഒരു കള്ളക്കടത്തുമല്ല, അവൻ കല്യാണം കഴിച്ചേക്കുന്ന ഒരു തിമിംഗലത്തിനെയാ. തിമിംഗലത്തെയോ? മനസ്സിലായില്ല. അതായത് ഉത്തമ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കല്യാണം കഴിച്ചേക്കുന്നത് ഒരു പണക്കാരിയായ പെണ്ണിനെയാണ്. അവൾ ഇംഗ്ലണ്ടിൽ നേഴ്സാണ്. ലക്ഷങ്ങളാണ് മാസ ശമ്പളം. ഇവിടുത്തെ കണ്ണായ സ്ഥലങ്ങൾ മൊത്തം അവർ മേടിച്ചിട്ടു. ഈ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ 1 വർഷമല്ലേ ആവണുള്ളൂ. ഈ പോക്കാണ് മുമ്പോട്ട് പോണേന്നുണ്ടെങ്കിൽ ഈ പ്രദേശത്തുള്ള പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളും അവൻ്റെ പേരിലാവാനായിട്ട് അധികം താമസമൊന്നും വേണ്ട. 10ാം ക്ലാസ് വരും പാസ്സാവത്ത് ഇവന് എങ്ങനെ ഇങ്ങനെ ഒരു പണക്കാരി പെണ്ണിനെ കിട്ടി? അതല്ലേ കാലത്തിൻ്റെ ഒരു പോക്ക്. അവനെ കണ്ട് ഫേസ്ബുക്കിലോ അങ്ങാണ്ട് ചാറ്റ് ചെയ്ത് പ്രേമിച്ച് കിട്ടിയതാ എന്നൊക്കെയാണ് പറയണേ. എന്തായാലും കൊള്ളാം, അവൻ്റെ സമയം തെളിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ വരി ബിഹൈൻഡ് ദ ഓൾ സക്സസ്ഫുൾ മാൻ ഓൾ ആർ വുമൺ. താൻ വീണ്ടും തെറ്റിച്ചു. ബിഹൈൻഡ് എവരി സക്സസ്ഫുൾ മാൻ ദർ ഈസ് എ വുമൺ. അങ്ങനെയാണ് ചൊല്ലെന്തു ആവട്ടെ, അതാണ് സത്യം. പിന്നെ ഈ പെണ്ണുങ്ങളുടെ ഔദാര്യത്തിൽ വിജയിക്കാന്ന് പറഞ്ഞ ഒരു അളിഞ്ഞ ഏർപ്പാടാണ്. ഞങ്ങൾക്ക് സഖാക്കൾ അതിനോട് യോജിപ്പൊന്നുമില്ല, ഉള്ള കാര്യം പറയാമല്ലോ. അങ്ങനെ പറയല്ലേ സഖാവേ, നിങ്ങളും കുറേ കാലമായിട്ട് പെണ്ണുങ്ങളെ മുൻനിർത്തിയല്ലേ ഇലക്ഷൻ ജയിച്ചുകൊണ്ടിരുന്നത്. വെറുതെ വിഡ്ഢിത്തരം പറയാതെ. ഞങ്ങളുടെ പാർട്ടിയിൽ വനിതകൾക്ക് യാതൊരുവിധ സ്ഥാനവുമില്ല. അല്ലെങ്കിൽ താനൊന്ന് നോക്ക്, ഞങ്ങളുടെ പാർട്ടിയിൽ എത്ര സ്ഥാനാർത്ഥിമാർ വനിതകളുണ്ട്, എത്ര മന്ത്രിമാർ സ്ത്രീകളുണ്ട്. ഇനി പോട്ടെ, എത്ര ഞങ്ങളുടെ നേതാക്കന്മാർ സ്ത്രീകളുണ്ട്. അപ്പോൾ പിന്നെ ഇല്ലാതെ പറയണെന്തിനാ? ഇല്ലാതല്ല സഖാവേ, ഒരു സത്യമാണ് ഞാൻ പറഞ്ഞത്. പാർട്ടിയിൽ പെണ്ണുങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പെണ്ണുങ്ങളുടെ ഔദാര്യത്തിലാണ് നിങ്ങൾ ജയിച്ചത് എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, അത് മനസ്സിലായില്ല. ഇത്രയും അടിസ്ഥാനരഹിതമായ ഒരു ആരോപണം ഉന്നയിച്ച സ്ഥിതിക്ക് അത് താൻ വ്യക്തമായിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി. വ്യക്തമാക്കാം. കഴിഞ്ഞ ഇലക്ഷനിൽ നിങ്ങൾ മുന്നിൽ നിർത്തി കളിച്ചത് ഒരു സോളാർ സുന്ദരിയല്ലേ? അവരെ ഉപയോഗിച്ചല്ലേ നിങ്ങളുടെ എതിർകക്ഷിയെ തേജോവം ചെയ്ത് ഇല്ലാതാക്കിയത്. ഇനി അതിക്ക് മുന്നിലത്തെ ഇലക്ഷനിൽ നിങ്ങൾക്ക് മുന്നിൽ നിർത്തി കളിക്കാൻ ഒരു ഐസ്ക്രീം സുന്ദരിയെ കിട്ടി. ഇപ്പം സുന്ദരിമാരെ ബഹളമല്ലേ, കരിമൺ സുന്ദരി, ബിരിയാണി സുന്ദരി, പീഡന സുന്ദരി. ഇപ്പോൾ ഒന്ന് കളം മാറിയെന്ന് മാത്രം. സിമ്പതിയിലാണ് കയറി പിടിച്ചേക്കണത്. മാർഗം ലക്ഷ്യത്തെ സാധൂകരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ തത്വശാസ്ത്രം. ഏത് വിധത്തിലായാലും ഞങ്ങൾക്ക് ജയിക്കണം. അതിനിപ്പോൾ മതേതരത്വം പറഞ്ഞിട്ടാണെങ്കിലും ന്യൂനപക്ഷങ്ങളെ കൂട്ടുപിടിച്ചിട്ടാണെങ്കിലും ഞങ്ങൾക്ക് ജയിച്ചേ പറ്റുള്ളൂ. അതിനുവേണ്ടി ഞങ്ങൾ എന്ത് പണിയും ചെയ്യും. എങ്ങനെയാണെങ്കിലും ഞങ്ങൾക്ക് ജയിക്കണം, ജയിച്ചേ പറ്റൂ. ഇല്ലെങ്കിലേ അടുത്ത ഇലക്ഷനെ പാർട്ടിക്ക് വല്ല ഈനാമ്പേച്ചിയുടെയോ മരപ്പെട്ടിയുടെയോ ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരും. അതാണ് നാട്ടിൽ പാട്ട്.